വിശുദ്ധ ഏൽബയും അമ്മച്ചനായയും. പണ്ടൊരു രാജാവിന് ഒരു അടിമസുന്ദരിയിൽ മോഹമുദിച്ചു. അടിമ ഗർഭിണിയായി. എന്നാൽ അടിമയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ദുരഭിമാനിയായ രാജാവ് തയ്യാറായിരുന്നില്ല. തൻ്റെ ദുരഭിമാനം സംരക്ഷിക്കുന്നതിനായി ദുഷ്ടനായ രാജാവ് താൻ മൂലം ഗർഭിണിയായി തീർന്ന സാധു പെൺകുട്ടിയെ വന്യമൃഗങ്ങൾ നിറഞ്ഞ ഘോരവനത്തിലേക്ക് അയച്ചു. എന്നാൽ വനത്തിലെ മൃഗങ്ങൾ ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന രാജാവിനെ പോലെ ദുഷ്ടരായിരുന്നില്ല. രാജാവിനാൽ വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഗർഭിണിയായ സാധു യുവതിയെ വനത്തിലെ ഒരു മൃഗവും ആക്രമിച്ചില്ല എന്ന് മാത്രമല്ല, ദുഷ്ടരായ മനുഷ്യരിലാരും വനത്തിലേക്ക് കടന്നു വന്ന് അവളെ ആക്രമിക്കാതിരിക്കുന്നതിനായി അവൾക്ക് കാവലിരിക്കുകയും ചെയ്തു. വനത്തിലെ കായ്കനികൾ തിന്ന് വിശപ്പടക്കിയും ഗുഹകളിലുറങ്ങിയും ആ സാധു പെൺകുട്ടി ദിവസങ്ങൾ തള്ളി നീക്കി. അടിമപ്പാളയത്തിൽ വളർന്നു വന്ന അവൾ ജീവിതത്തിലൊരിക്കലും സന്തോഷമെന്തെന്നറിഞ്ഞിരുന്നില്ല. ദുഷ്ടനായ രാജാവിനാൽ ഗർഭിണിയാക്കപ്പെട്ട് വനത്തിലെറിയപ്പെട്ട വേളയിലാവട്ടെ അവൾ ചിന്തിച്ചിരുന്നത് തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് മാത്രവുമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹത്തോടെ അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. രാജാവിനാൽ ഗർഭിണിയാക്കപ്പെട്ട് നിർദ്ദയം വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സാധു പെൺകുട്ടി ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. സൂര്യ തേജസ്സാർന്ന ഒരു കുഞ്ഞ്. എന്നാൽ നാളതുവരെ അടിമപ്പാളയത്തിലും വനത്തിലും കഠിനയാതനകൾ നിറഞ്ഞ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട ആ സാധു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ ജന്മം നൽകിയ കുഞ്ഞിനെ കണ്ണിറയെ ഒന്ന് കാണാനോ മാറോട് ചേർത്ത് അമ്മിഞ്ഞ നൽകാനോ പോലും കഴിഞ്ഞില്ല. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകും മുമ്പ് തന്നെ അവൾ തീർത്തും അവശയായി തീർന്നിരുന്നു. പ്രസവത്തോടെ അവളിൽ ശേഷിച്ചിരുന്ന ശക്തിയും ജീവനും അവളെ വിട്ടകന്ന് പോകുകയും ചെയ്തു. ജന്മം നൽകിയ ശേഷം ലോകം വിട്ടുപോയ അമ്മയുടെ മൃതശരീരത്തോട് ചേർന്ന് കിടന്ന് വാവിട്ട് കരഞ്ഞ പിഞ്ചു കുഞ്ഞിൻ്റെ നിലവിളി അങ്ങകലെ സ്വർഗത്തിൽ സർവ ജീവജാലങ്ങളുടെയും യഥാർത്ഥ പിതാവായ ദൈവം കേട്ടു. വനത്തിലൂടെ ഇര തേടി നടക്കുകയായിരുന്ന ഒരു അമ്മച്ചനായ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് അവിടെ എത്തിച്ചേർന്നു. ജന്മം നൽകിയ അമ്മയുടെ മൃതശരീരത്തോട് ചേർന്ന് കിടന്ന് വാവിട്ട് കരഞ്ഞ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട നേരം ആ മൃഗമാതാവിൻ്റെ മനസ്സ് നൊന്തു. ആ നിമിഷം അവളുടെ മുലകളിൽ പാൽ കിനിയുകയും മുലകളിലൂറിയ പാലൂട്ടി അവൾ കുഞ്ഞിനെ തൃപ്തയാക്കുകയും ചെയ്തു. പാലുണ്ട് തൃപ്തനായി തളർന്നു മയങ്ങി വീണ കുഞ്ഞിനെ പൊക്കിൾക്കൊടി ബന്ധം വേർപെടുത്തി അമ്മച്ചനായ തൻ്റെ ഗുഹയിലേക്ക് എടുത്തുകൊണ്ടുപോയി. അമ്മച്ചനായാൽ ഗുഹയിലേക്ക് എടുക്കപ്പെട്ട പിഞ്ചുകുഞ്ഞ് നാളതു മുതൽ മറ്റു ചെന്നായ്ക്കുട്ടികൾക്കൊപ്പം തൻ്റെ പോറ്റമ്മയായ അമ്മച്ചനായയുടെ മുല കുടിച്ച് വളരുകയായിരുന്നു. എന്നാൽ ജന്മം നൽകിയ പിതാവിൻ്റെ ക്രൂരത മൂലം വനത്തിൽ ജനിച്ചു വീഴാനിടയാവുകയും പെറ്റമ്മയുടെ മരണത്തെ തുടർന്ന് നിരാലംബനായി തീരുകയും ചെയ്ത കുഞ്ഞ് ജീവിതകാലം മുഴുവൻ തന്നെ വളർത്തുമകനായി സ്വീകരിച്ച മൃഗമാതാവിൻ്റെ സ്നേഹം നുകർന്ന് വനത്തിൽ മൃഗതുല്യം ജീവിച്ച് മരിക്കണമെന്നതായിരുന്നില്ല ദൈവത്തിൻ്റെ അഭീഷ്ടം. അമ്മച്ചനായാൽ വളർത്തുമകനായി സ്വീകരിക്കപ്പെട്ട മനുഷ്യ ശിശു മൃഗമാതാവിൻ്റെ സ്നേഹം നുകർന്നും മൃഗസഹോദരങ്ങളുടെ വാത്സല്യത്തിന് പാത്രമായും ഏതാനും വർഷങ്ങൾ വനത്തിൽ ചെലവഴിച്ചു. അതിനകം അമ്മച്ചനായയുടെ യഥാർത്ഥ കുഞ്ഞുങ്ങൾ വളർന്ന വലുതായി മറ്റു ചെന്നായ്ക്കൾക്കൊപ്പം വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അമ്മച്ചനായയുടെ വളർത്തുമകനായ മനുഷ്യ ശിശുവാകട്ടെ അന്നും അമ്മച്ചനായയുടെ മുല കുടിച്ച് വളരുകയായിരുന്നു. തൻ്റെ യഥാർത്ഥ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് തൻ്റെ വളർത്തുമകനുള്ള പോരായ്മകളെക്കുറിച്ച് നന്നേ മനസ്സിലാക്കിയിരുന്ന മൃഗമാതാവ് താനേറെ സ്നേഹിച്ചിരുന്ന തൻ്റെ വളർത്തുമകനെ വനത്തിലെ മറ്റൊരു വന്യമൃഗത്തിൽ നിന്നും ആപത്തൊന്നും സംഭവിക്കാതിരിക്കുന്നതിനായി രാവും പകലും അവനെ ചുറ്റിപ്പറ്റി നിന്നു. അങ്ങനെ തൻ്റെ വളർത്തുമകനെ പ്രതി ഏതൊരു സമയവും ഗുഹയിലും പരിസരങ്ങളിലുമായി ചെലവഴിച്ച മൃഗമാതാവിന് വേണ്ടുന്ന ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടുവരുന്നതിന് വളർന്നു വലുതായ അവളുടെ കുഞ്ഞുങ്ങൾ പരസ്പരം മത്സരിക്കുക തന്നെ ചെയ്തു. രോമമില്ലാത്ത തങ്ങളുടെ കുഞ്ഞു സഹോദരൻ അവർക്ക് എന്നും ഒരു അത്ഭുതമായിരുന്നു, വാത്സല്യ ഭാജനവും. പോറ്റമ്മയായ അമ്മച്ചനായയുടെ സ്നേഹം നുകർന്നും സഹോദരന്മാരായ ചെന്നായ്ക്കളുടെ വാത്സല്യ ഭാജനമായും ഒരു രാജകുമാരൻ എന്നോണം ആ മനുഷ്യ ശിശു വനത്തിൽ ജീവിച്ചു വരവെയാണ് ഒരു നാളിൽ വനത്തിൻ്റെ ശാന്തത ഭേദിച്ചുകൊണ്ട് വേട്ടക്കാരുടെ കുഴൽവിളി
ഉയർന്നത്. വേട്ടക്കാരുടെ കുഴൽവിളിയുടെ ശബ്ദം കേട്ട് ഭയന്ന വന്യമൃഗങ്ങൾ അമ്മച്ചെന്നായയുടെ കുഞ്ഞുങ്ങളടക്കം വേട്ടക്കാരിൽ നിന്നും അതിക്രൂരരായ അവരുടെ വളർത്തുനായ്ക്കളിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്നതിനായി വനാന്തരത്തിലേക്ക് ഓടി ഒളിച്ചു. തൻ്റെ വളർത്തുമകനായ മനുഷ്യശിശുവിനെ കാവലായി ഗുഹയിൽ തങ്ങിയ അമ്മച്ചെന്നായ്ക്കാകട്ടെ കുഞ്ഞിനെ വിട്ടുപേക്ഷിച്ച് വനാന്തരത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ അവളുടെ മനസ്സനുവദിച്ചുമില്ല. എന്നാൽ ഏതൊരു കുഞ്ഞിൻ്റെ സംരക്ഷണാർത്ഥമാണോ അവൾ ഗുഹയിൽ തങ്ങിയത്, ആ കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി അവളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുകയായിരുന്നു. വേട്ടപ്പട്ടികളുടെ ഉച്ചത്തിലുള്ള കുരകേട്ട് അമ്മച്ചെന്നായയുടെ വളർത്തുമകനായ മനുഷ്യശിശു ഭയന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയും കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് വേട്ടക്കാരിലൊരുവൻ ഗുഹയുടെ നേർക്ക് നടന്നെടുക്കുകയും ചെയ്തു. വേട്ടക്കാരൻ തൻ്റെ വളർത്തുമകന് നേർക്ക് നടന്നെടുത്തതും കുഞ്ഞിനെ രക്ഷിക്കാനായി അമ്മച്ചെന്നായ വേട്ടക്കാരൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടി. എന്നാൽ വേട്ടക്കാരന് പിന്നാലെ ഓടിയെത്തിയ വേട്ടപ്പട്ടികൾ തങ്ങളുടെ യജമാന് നേരിട്ട അപകടം മണത്തറിഞ്ഞ് കൂട്ടത്തോടെ അമ്മച്ചെന്നായെ ആക്രമിച്ചു. വേട്ടപ്പട്ടികളുടെ സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ബോധ്യപ്പെട്ട വേളയിൽ മറ്റു മാർഗം മുന്നിൽ കാണാതെ പാവം അമ്മച്ചെന്നായിക്ക് ഒടുവിൽ താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ വളർത്തുമകനെ ഉപേക്ഷിച്ച് വനാന്തരത്തിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. വേട്ടനായ്ക്കളെ മറികടന്ന് വനാന്തരത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ തൻ്റെ അരുമയായ വളർത്തുമകനെ ഒരാപത്തും സംഭവിക്കരുത് എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ആ മൃഗമാതാവിൻ്റെ മനസ്സ് നിറയെ. മൃഗമാതാവിൻ്റെ പ്രാർത്ഥന അങ്ങകലെ സ്വർഗത്തിൽ ദൈവം കേൾക്കുക തന്നെ ചെയ്തു. അതിനാൽ അവളുടെ വളർത്തുമകന് ആപത്തൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, കുഞ്ഞ് വളർന്നു വലുതായി ഒരു വിശുദ്ധനായി തീരുകയും ചെയ്തു. ഗുഹയിലേക്ക് കടന്നുവന്ന് തന്നെ പിടികൂടിയ രോമമില്ലാത്ത മൃഗത്തിൻ്റെ പിടിയിൽ നിന്ന് തന്നെ രക്ഷിക്കാനായി ചെന്നായയുടെ വളർത്തുമകനായ മനുഷ്യക്കുഞ്ഞ് തന്നാൽ കഴിയും വിധം പൊരുതുക തന്നെ ചെയ്തു. എന്നാൽ കേവലം ഒരു ശിശുവായിരുന്ന അവന് ശക്തനായ നായാടിക്ക് മുൻപിൽ ഒടുവിൽ തോൽവി സമ്മതിച്ച് ഉച്ചത്തിൽ കരഞ്ഞു വിളിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. വനത്തിലെ ഗുഹയിൽ നിന്ന് മനുഷ്യ ശിശുവിനെ പിടികൂടിയ നായാടിയാവട്ടെ ശിശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി പ്രിയ പത്നിയെ ഏൽപ്പിച്ചു. കുഞ്ഞുങ്ങളില്ലാതിരുന്നതിൻ്റെ ദുഃഖത്തിൽ ജീവിച്ചിരുന്ന ആ ദമ്പതികൾക്ക് ആ കുഞ്ഞ് ജീവിതത്തിൻ്റെ സർവസ്വവുമായി മാറുകയായിരുന്നു. ക്രൈസ്തവരായിരുന്ന ആ ദമ്പതികൾ തങ്ങളുടെ വളർത്തുമകനെ എൽബെ എന്ന് പേർ വിളിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി വലുതാക്കുകയും ചെയ്തു. ദമ്പതികളാൽ എൽബെ എന്ന് പേർ വിളിക്കപ്പെട്ട കുഞ്ഞിനെ ആദ്യകാലങ്ങളിൽ തന്നെ വനത്തിൽ നിന്ന് ബലാത്കരേണ നാട്ടിലേക്ക് കൊണ്ടുവന്ന വേട്ടക്കാരനെയും അയാളുടെ പത്നിയെയും തെല്ലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും അവൻ്റെ മനസ്സ് നിറയെ തന്നെ പോറ്റി വളർത്തിയ സ്നേഹനിധിയായ അമ്മച്ചെന്നായയും സഹോദരങ്ങളുമായിരുന്നു. എന്നാൽ കാലം ചെന്നപ്പോൾ അവനെ സ്നേഹത്താൽ കീഴ്പ്പെടുത്താനും അവൻ്റെ കുഞ്ഞു മനസ്സിൽ ഇടം കണ്ടെത്താനും നല്ലവനായ വേട്ടക്കാരനും അയാളുടെ പത്നിക്കും കഴിഞ്ഞു. അങ്ങനെ കാലാന്തരേണ എൽബയുടെ മനസ്സിൽ മേൽപ്പറഞ്ഞ ദമ്പതികൾ മാതാപിതാക്കളായി രൂപം കൊള്ളുകയായിരുന്നു. എൽബയെ വനത്തിൽ നിന്ന് കണ്ടെടുത്ത് സ്വന്തം മകനായി സ്വീകരിച്ച വേട്ടക്കാരൻ അതിസമ്പന്നനായ ഒരു പ്രഭുവായിരുന്നു. രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വളർത്തുപിതാവിൻ്റെ ടിപ്പറേരി എന്ന പ്രദേശത്തുള്ള വലിയ പ്രഭുമന്ദിരത്തിൽ എല്ലാവിധത്തിലുള്ള ജീവിത സന്തോഷങ്ങളും ആസ്വദിച്ച് ഒരു രാജകുമാരൻ എന്നോണം എൽബെ വളർന്നു വന്നു. എന്നാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റ് രാജകുമാരന്മാരെയും സമ്പന്നരായ പ്രഭുകുമാരന്മാരെയും അപേക്ഷിച്ച് എൽബെ തീർത്തും വ്യത്യസ്തനായിരുന്നു. നായാടൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഉന്നത കുലജാതരുടെ പ്രിയപ്പെട്ട വിനോദമായിരുന്നെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കൗമാരപ്രായത്തിലെത്തിച്ചേർന്ന എൽബെയ്ക്ക് കഴിയുമായിരുന്നില്ല. അന്നത്തെ രാജാക്കന്മാരും സമ്പന്നരായ പ്രഭുക്കന്മാരുമെല്ലാം തങ്ങളുടെ അടിമകളോട് ക്രൂരമായി പെരുമാറിയിരുന്നതായി കണ്ട വേളയിലെല്ലാം തന്നെ ബാലൻ്റെ മനസ്സ് വേദനയാൽ വിങ്ങുമായിരുന്നു. അങ്ങനെ കുഞ്ഞുനാൾ മുതൽക്കേ തങ്ങളുടെ വളർത്തുമകനിലെ ഓരോ പ്രത്യേകതകളും നോക്കി മനസ്സിലാക്കിയ പിതാവിനും മാതാവിനും ഒരു നാൾ സർവ്വം ഉപേക്ഷിച്ച് താൻ സന്യാസം സ്വീകരിക്കാൻ പോകുകയാണെന്ന് ബാലനായ എൽബെ പറഞ്ഞപ്പോൾ അത് കേവലം വെറും വാക്കല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന വളർത്തുപിതാവിനോടും വളർത്തമ്മയോടും യാത്ര പറഞ്ഞ് എൽബെ സന്യാസ ജീവിതത്തിനായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതി സർവവും ഉപേക്ഷിച്ച് സന്യാസം വരിച്ച ബാലനായ എൽബെ വളർന്നു വലുതായി
വിശുദ്ധനായ ഒരു സന്യാസിയായി തീർന്നു. എംലി എന്നു പേരുള്ള അതിസമ്പന്നമായ രൂപതയുടെ മെത്രാൻ മരണമടഞ്ഞപ്പോൾ രാജാവും ജനങ്ങളും തലസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ജീവിതവിശുദ്ധിയാൽ പരക്കെ അറിയപ്പെട്ടിരുന്ന എയിൽബെയെ ആയിരുന്നു. എന്നാൽ എംലി എന്ന സമ്പന്നമായ രൂപതയുടെ മെത്രാനായി തീർന്നെങ്കിലും എയിൽബെ മരണം വരെ എളിമയും ലാളിത്യവും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചു പോന്നത്. എയിൽബെ എംലി രൂപതയുടെ മെത്രാനായിരിക്കെ അവിസ്മരണീയമായ മറ്റൊരു സംഭവം കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു നാളിൽ വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു ഇടവക സന്ദർശിച്ച ശേഷം തൻ്റെ കുതിരവണ്ടിയിൽ കാട്ടുപാതയിലൂടെ തിരികെ പോരുകയായിരുന്നു മെത്രാനായ എയിൽബെ. പെട്ടെന്ന് വനപാതയോട് ചേർന്ന് വേട്ടക്കാരുടെ കുഴൽ വിളി ശബ്ദം ഉയർന്നു. ഏറെ സമയം പിന്നിടും മുൻപ് തന്നെ ഒരു ചെന്നായ വനാതിർത്തി പിന്നിട്ട് കാട്ടുപാതയിലൂടെ ഓടി വരുന്നത് എയിൽബെ കണ്ടു. ചെന്നായയ്ക്കു പിന്നാലെ ഓടിയെടുക്കുന്ന വേട്ടപ്പെട്ടികളെയും കുതിരകളിൽ പാഞ്ഞെടുക്കുന്ന വേട്ടക്കാരെയും തുടർന്ന് അദ്ദേഹം കണ്ടു. എയിൽബെയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. തുടർന്ന് കുതിരവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ അദ്ദേഹം വനപാതയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ചെന്നായയുടെ നേർക്ക് ഓടിയെടുത്ത് അതിനെ മാറോടണച്ചു. ചെന്നായയ്ക്കു പിന്നാലെ കുതിരകളിൽ പാഞ്ഞെത്തിയ വേട്ടക്കാർ കണ്ടത് ചെന്നായയെ മാറോട് ചേർത്ത് നിറകണ്ണുകളോടെ നിന്ന തങ്ങളുടെ മെത്രാനെയാണ്. മേൽപ്പറഞ്ഞ ചെന്നായ വർഷങ്ങൾക്ക് മുമ്പ് എയിൽബെയെ പാലൂട്ടി വളർത്തിയ അമ്മ ചെന്നായയായിരുന്നു. കേവലം ഒരു കുഞ്ഞായിരിക്കെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ വളർത്തുമകനെ അമ്മച്ചെന്നായയും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ആ മൃഗമാതാവിൻ്റെ കണ്ണുകളെ ഇറനണിയിക്കുക തന്നെ ചെയ്തു. അന്ന് തനിക്ക് പ്രിയപ്പെട്ട അമ്മച്ചെന്നായയ്ക്കൊപ്പം എംലി രൂപതയിലെ തൻ്റെ അരമനയിലേക്ക് തിരികെ പോയ എയിൽബെ യാത്രാമധ്യേ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചുറച്ചിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട അമ്മച്ചെന്നായും സഹോദരരായ മറ്റ് ചെന്നായ്ക്കളും തുടർന്നും വനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നായാടികളാൽ അവർ വധിക്കപ്പെടാനിടയുണ്ടെന്ന് എയിൽബെ ഭയന്നു. അതിനാൽ പിറ്റേന്ന് അതിരാവിലെ തന്നെ അദ്ദേഹം തൻ്റെ കുതിരമേൽ വനം ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വനത്തിലെത്തിച്ചേർന്ന എയിൽബെ തൻ്റെ സഹോദരരായ ചെന്നായ്ക്കളെ കണ്ടെത്തുകയും അവരെ എംലിയിലെ മെത്രാസന മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുകയും ചെയ്തു. മെത്രാസന മന്ദിരത്തിൽ തൻ്റെ വളർത്തുമകനൊപ്പം ജീവിച്ചു വരവേ ഒരു നാളിൽ മരണം അമ്മച്ചെന്നായയെ തേടിയെത്തി. നാളേറെ പിന്നിടും മുമ്പ് തന്നെ സഹോദരന്മാരായ ചെന്നായ്ക്കളും ഒന്നൊന്നായി മരണമടഞ്ഞു. ഒടുവിൽ മരണമെന്ന യാഥാർത്ഥ്യം എയിൽബെ എന്ന മെത്രാനെയും തേടിയെത്തി. മരണത്തിൻ്റെ സാന്ത്വന സ്പർശമേറ്റ് ദൈവത്തിൻ്റെ മനോഹര രാജ്യം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച വേളയിൽ ദൈവരാജ്യത്തിൽ തന്നെയും കാത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചെന്നായും സഹോദരന്മാരായ ചെന്നായ്ക്കളും ഇരിപ്പുണ്ടെന്ന കാര്യത്തിൽ എയിൽബെ എന്ന മെത്രാന് തെല്ലും സംശയം തോന്നിയിരുന്നില്ല. അടുത്തിടെയായി നടന്ന മെത്രാന്മാരുടെ ഒരു സമ്മേളനത്തിൽ മൃഗങ്ങൾക്ക് ആത്മാവില്ലെന്നും ആത്മാവില്ലാത്തതിനാൽ അവ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നും പണ്ഡിതനായ ഒരു മെത്രാപ്പോലിത്ത ശക്തിയുക്തം വാദിക്കുന്നത് അദ്ദേഹം കേട്ടിരുന്നു. എന്നാൽ ജന്മം നൽകിയ സ്വന്തം പിതാവിൻ്റെ ക്രൂരത മൂലം വനത്തിൽ പിറന്നു വീഴാൻ ഇടയാവുകയും സ്നേഹനിധിയായ അമ്മച്ചെന്നായാൽ വളർത്തി വലുതാക്കപ്പെടുകയും ചെയ്ത എയിൽബെയ്ക്ക് ഒരു സത്യം ഉറപ്പായിരുന്നു. മനുഷ്യർക്കെന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും ആത്മാവുണ്ടെന്ന സത്യം. മാത്രമല്ല ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണെന്നും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ആ രാജ്യത്തിന് സർവ്വ ജീവജാലങ്ങളും അവകാശികളാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാജാക്കന്മാരും പ്രജകളുമില്ലാത്ത, അടിമകളും ഉടമകളുമില്ലാത്ത, വേട്ടക്കാരും വേട്ടമൃഗങ്ങളുമില്ലാത്ത സമസ്ത സുന്ദരമായ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ എയിൽബെയുടെ ആത്മാവ് കുതിക്കുകയായിരുന്നു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയപ്പെട്ട അതിവേഗമാർന്ന ഉൽക്ക കണക്കെ.